പിന്നെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വലിയ വിഭജനം ഉണ്ടാക്കുക എന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ആണ് BJP ഇത് കൊണ്ടുവരുന്നത്. സാധാരണ ഒരു മതവിഭാഗത്തെ ബാധിക്കുന്ന ഒരു നിയമത്തിൽ ഭേദഗതി വരുന്നതിന് മുമ്പ് ആ മതവിഭാഗത്തിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്യണതാ ഇങ്ങനെ ഞങ്ങൾ കാണുന്നു. അതൊന്നും ഉണ്ടായി. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ആരെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ ഇപ്പൊ പേര് പറഞ്ഞു, അവരുടെ സമരം അതിനെ പിന്താങ്ങുന്നത് അതല്ല. ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ഇടതുപക്ഷമാണ്. ഗവൺമെന്റ് ക്ലാസ് നടത്തിയിട്ടുള്ള പ്രസംഗം പ്രസിദ്ധമല്ലേ. അപ്പൊ അത്തരത്തിൽ ഈ വിഷയത്തിൽ പോരാട്ടം തുടരാൻ തന്നെയാണ് CPIM ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെ കുറിച്ച് ആശയക്കുഴപ്പം വന്ന വളരെ പ്രധാനപ്പെട്ട പാർട്ടികളുണ്ട്. അവിടെ ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നവരും വോട്ടിങ്ങിന് ഹാജരാകാതിരുന്നവരും ഒക്കെ ഉണ്ട്. ഇതൊക്കെ പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാകാം. ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്തായാലും ഇതുപോലുള്ളൊരു വിഷയത്തിൽ CPIM-ന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പൊ നടത്തിയെടുത്തോളം സമരമല്ല, ഇതെങ്ങനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യവും ഞങ്ങൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഡൽഹിയിൽ, ഇപ്പൊ നാളെ ഡൽഹിയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റ് പോളിംഗ് ബ്യൂറോ സഹപ്രവർത്തകരുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും.